വളരെ പ്രയാസമുണ്ട് ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ കഥയാണിപ്പം നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മയുടെ ക്രൂരത, ഒരു രണ്ടാനച്ഛൻ്റെ ക്രൂരത. അത് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് 51 ഇടത്ത് മുറിവുകളുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് അവർ പെരുമാറിയിരുന്നത്. ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഇത്ര ക്രൂരത ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ ഇത്. നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ദൈവങ്ങൾക്ക് ഒരു കുറവുമില്ല. ഹിന്ദുക്കൾക്കും ഒട്ടും മോശമല്ല, അവർക്കും ദൈവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മുസ്ലിങ്ങൾക്കും അതുപോലെ ദൈവങ്ങളുണ്ട്. പിന്നെ കൂടാതെ സെക്യൂരിറ്റി ആയാലും പോലീസായാലും എന്ന് വേണ്ട ചുറ്റുപാടും ഫുൾ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, ഈ ദൈവങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും ഈ കുഞ്ഞിനോട് ഇത്ര ക്രൂരത എങ്ങനെ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു? നമ്മൾ വിചാരിക്കും പ്രാർത്ഥന കൊണ്ടൊക്കെ ആൾക്കാർ ശരിയാവുന്നു. എവിടെ ശരിയാകാൻ? പ്രാർത്ഥന കൊണ്ടൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇതൊന്നും. നമ്മുടെ രാജ്യത്ത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായ നടപടികളാണ്. എങ്ങനെ നടപടിയെടുക്കാൻ സാധിക്കും? ഈ കുറ്റം ചെയ്ത 2 പേരെയും പിടിച്ച് ജയിലിലാക്കി നല്ല പോലെ അവർ ശാപ്പാട് പഠിച്ച് കൊഴുത്ത് തടിച്ച് വീണ്ടും അവരൊരു ചീമപ്പന്നിയായിട്ട് പുറത്തിറങ്ങും. ഇവരെ ഇങ്ങനെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരു ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല മെസ്സേജ്? ഒരു മെസ്സേജുമല്ല. ഇവരെ ഇനിയും പുറം ലോകത്ത് കൊണ്ടുവരാൻ പാടില്ല, എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അർഹരല്ല. ഇങ്ങനെ കൊണ്ടുവന്ന് നാടുനീളെ കൊണ്ടുവന്ന് പ്രഹസിപ്പിച്ച് ആൾക്കാരുടെ മുന്നിൽ കൂടെ കൊണ്ടുപോയിട്ട് വീണ്ടും ആ ചെയ്ത കുഞ്ഞിനോട് ചെയ്ത ആ ക്രൂരത വീണ്ടും അവരെ കാണിക്കുക. ഇവരൊന്നും ഇനി ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശം ഉള്ളവരല്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം. നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടണം. ഇത്തരം ആൾക്കാരെ തുരന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് ഷൂട്ടർമാരെ വെച്ച് വിടുവിച്ച് തീർക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഹോംവഴി. ജയിലിലിട്ട് ഇവർക്ക് ചാപ്പാട് കൊടുത്ത് തടിച്ചു കൊഴുക്കുവാനായിട്ട് ഒരിക്കലും ഇവരെ ഇടയാക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇതൊരു നിയമം പുതുതായിട്ട് വരട്ടെ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ക്രൂരകൃത്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്. പല തവണയായിട്ടുള്ള കേസുകൾ, പല രീതിയിൽ പല ആൾക്കാരോട് കാണിക്കുന്ന ക്രൂരതകൾ, ഇവരൊന്നും രക്ഷപ്പെടാൻ പാടുള്ളതല്ല. ഒന്നിന് പിന്നാലെ വീണ്ടും വീണ്ടും വരികയാണ്. ഇനിയും ഇത് നടക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത് അത് ചെയ്യേണ്ടതാണ്. എത്രയും വേഗം അതിന് ഒരു തീർപ്പുണ്ടാവണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതണമെങ്കിൽ മാറ്റി എഴുതണം. ഇവർക്ക് ശക്തമായ നടപടിയല്ല വേണ്ടത്, അവരെ പൂർണ്ണമായി ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നിയമങ്ങൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ വരും തലമുറകൾക്കൊക്കെയും ജീവിക്കാൻ ഒക്കാത്ത സ്ഥിതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് ഇത്ര ക്രൂരത കാണിക്കുന്നെങ്കിൽ അവർ മാതാപിതാക്കളോടും മറ്റുള്ളവരോടും ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് ഈ ക്രൂരന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ആ കുട്ടിയുടെ കാര്യമാണ്. പല കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയമത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നിയമം നമുക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഒരു കുറ്റവാളികളും ഇനിയും രക്ഷപ്പെടാൻ പാടില്ല, അവർ പുറത്തിറങ്ങാൻ പാടില്ല.
അവിടുന്ന് തന്നെ അവരെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ആ തീർപ്പ് കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മരിച്ച കുഞ്ഞിന് നിത്യശാന്തി നേരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഓരോ മനുഷ്യരിൽ ഉണ്ടാകുന്ന വേദനകൾ അത് വലുതാണ്. കുഞ്ഞിനോട് ഈ കാണിച്ചത് എത്ര ക്രൂരതയാണെന്ന് നമ്മളിത് കേൾക്കുമ്പോഴും നമ്മളിത് കാണുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകും. ഇത്തരക്കാരെ ഒരിക്കലും വെറുതെ വിടാൻ പാടുള്ളതല്ല. നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതാണെങ്കിൽ മാറ്റി എഴുതുക തന്നെ വേണം. കറക്റ്റ്.